ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മാസം ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് മരണം നിനക്ക് അരോചകമാണോ? ആണെങ്കിൽ എന്താണ് കാരണം? നമുക്ക് അവൻ സാധിക്കുന്നത് ഒത്തിരി പേരുടെ പ്രശ്നമാണ് മരണഭയം. അതുപോലെ തന്നെ മരണം സ്വീകരിക്കാൻ അവർ സന്നദ്ധരല്ല. 1-2 സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു ധനികനായ മനുഷ്യൻ, അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ വന്നു, ഡയഗ്നോസ് ചെയ്തു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്, അതിലൂടെ കടന്നു പോവുകയാണ്. എങ്കിലും ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം തന്നെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്കിങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ, എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഭയം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മരണം അരോചകമാണ്. മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ അരോചകമായിട്ട് തോന്നിയ ഒരു വ്യക്തിയെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ വ്യക്തമാക്കിയുണ്ടായി. രണ്ടാമതൊരു സംഭവം, ഒരു വ്യക്തി അദ്ദേഹം സൂചിപ്പിച്ചത്, പക്ഷെ എൻ്റെ മക്കള് വിവാഹപ്രായത്തിൽ എത്തിയിട്ടില്ല, ഒരാളുടെ കല്യാണം നടന്നിട്ടില്ല. പക്ഷെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ മക്കളും വിവാഹപ്രായമായി. പക്ഷെ എന്നിട്ടും ജ്യേഷ്ഠൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണം, അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് അരോചകമായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാണാമെന്ന്. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, ഉടനെ ആശുപത്രി പോകണം, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള പ്രവണതകൾ കാണിക്കുന്നത് അദ്ദേഹം പറയുമായിരുന്നു. ഇത്രയും പ്രായമായ ഒരു വ്യക്തി എന്തിനാ ഇതിന് മാത്രം മരണത്തെ പേടിക്കണ്ടേ? ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ്. ഇന്ന് ഈ രീതിയിൽ മരണം അരോചകമായി കാണുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടെന്നു വരും. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും. മരണഭയം കൊണ്ട്, മരണം അരോചകമായി കാണുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല, പകരം നഷ്ടമായിരിക്കും നമുക്ക് വരുന്നത്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ആർക്കാണ് മരണം അരോചകമാവുക? വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 41-ാം അധ്യായം, അതിൻ്റെ തലക്കെട്ട് തന്നെ മരണം എന്നാണ്. അതിൻ്റെ താഴെ വരുന്ന കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണം ആർക്കാണ് അരോചകമാവുക. ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സമ്പത്തിൻ്റെ നടുവിൽ സമാധാനപൂർവ്വം ജീവിക്കുന്നവർക്ക് മരണം അരോചകമാവും. അവർക്ക് ആവശ്യത്തിലേറെ സമ്പത്തുണ്ട്, അവർക്ക് വേറെ ജീവിത പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മരിക്കണമെന്നില്ല. എങ്ങനെയെങ്കിലും ഈ രീതിയിൽ ഇനിയും മുമ്പോട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും അവരെ ഭരിക്കുക. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഐശ്വര്യവുമുള്ളവന് രുചികരമായ ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് മരണം അരോചകമായിട്ട് തോന്നിയേക്കാം. മൂന്നാമതൊരു കാര്യം കൂടി ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലലില്ലാത്തവർക്ക് മരണം അരോചകമായി തോന്നിയേക്കാം. ലോകം തരുന്ന എല്ലാ സെക്യൂരിറ്റിയും എല്ലാ സുഖ സൗകര്യങ്ങളും അതിൻ്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് മരിക്കണമെന്നുണ്ടാകില്ലെന്ന്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക്, ബോധ്യത്തിലേക്ക് ഒരുപക്ഷെ അവർ വന്നെന്ന് വരില്ല. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രഭാഷകൻ 41-ന്റെ 3-ാമത്തെ വചനം എടുക്കുമ്പോഴാണ്, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരുവനും ഒരു നാൾ മരിക്കേണ്ടി വരും. മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ് മരണം എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, മരണസമയം മാറ്റിവെക്കാൻ ആർക്കും പറ്റത്തില്ല, മരണം ഒഴിവാക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരു തീർപ്പാണ് മരണം എന്നുള്ളത് ഈ പ്രഭാഷകൻ 41-ന്റെ 3-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭാപ്രസംഗൻ 8-ാം അധ്യായം 8-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരണത്തെ തടയാനോ മരണസമയം അറിയാനോ ആർക്കും പറ്റില്ല. മരണസമയം നിശ്ചയിക്കാനോ മരണത്തെ തടഞ്ഞു നിർത്താനോ ആർക്കും പറ്റില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഭോഷനായ ധനികൻ. മറുവശത്ത് പല ബൈബിൾ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവര് ധനികനായിരുന്നു ആത്മീയമായിട്ട്. അങ്ങനെയുള്ള ധനികരെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഭോഷനായ ധനികൻ. അതിനാകപ്പാടെ ഉള്ളത് സമ്പത്ത്. നമ്മൾ കാണുന്നു, മരിക്കുമെന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ ജീവിച്ച ആ വ്യക്തി, അവന് സമ്പത്തുണ്ടായപ്പോൾ പുതിയ സ്റ്റോർ ഹൗസ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാം വാരിക്കൂട്ടിയിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ആത്മാവെ സന്തോഷിക്കുക, വർഷങ്ങളോളം തിന്നു കുടിക്കാനുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുകയാണ്, ദൈവം ചോദിക്കുന്ന ഒരു കാര്യം, ഭോഷനായ ധനിക, ഇന്ന് നിന്റെ ആത്മാവിനെ
ഞാൻ ആവശ്യപ്പെട്ടാൽ ഇതെല്ലാം ആര് അനുഭവിക്കും? പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണസമയം നിശ്ചയിക്കാൻ നമുക്ക് പറ്റത്തില്ല. മരണം മാറ്റിവിടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് സമയമാകുമ്പോൾ നമ്മൾ ഈ ലോകം വിട്ട് പോയിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കേട്ടതാണ്. നാട്ടിൽ ഗംഭീരമായ ഒരു ശവകുടീരം ഉണ്ടാക്കിയ ഒരു ടൂമ്പ്, ഒരു കല്ലറ ഉണ്ടാക്കി വെച്ച മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത് മരിച്ചാൽ നല്ല ഗമയിൽ കിടക്കണം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഗൾഫിൽ മക്കളുടെ അടുത്തോ മറ്റ് പോയതാണ്. അവിടെ വെച്ച് കൊറോണ ബാധിച്ച് മരിക്കുകയും ആ ബോഡി നാട്ടിലേക്കൊന്ന് കൊണ്ടുവരാൻ പോലും പറ്റിയില്ല. പുള്ളി ഗംഭീരം ശവകുടീരം ഉണ്ടാക്കി അതിനകത്ത് ഗമയിൽ കിടക്കണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ ഒരുപക്ഷെ തെറ്റിയെന്ന് വരാം എന്നുള്ളത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ദീർഘായുസിനേക്കാൾ വലുതായി നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. അതാണ് സൽകീർത്തി. അത് മറന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ ആയുസ് നീട്ടണം എന്ന് വിചാരിച്ചു മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവിക്കുന്ന കാലം നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവരുടെ സൽകീർത്തി വളരെ വലുതായിരിക്കും എന്നുള്ളത് പ്രഭാഷകൻ 41 അധ്യായം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 8 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 4 അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിക്കുന്നത് കൊണ്ടല്ല, കറതീർന്ന ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ഇത് തന്നെ പ്രഭാഷകൻ 41:4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആയുസ് 10, 100, 1000 വർഷമാകട്ടെ, പാതാളത്തിൽ അതിന് പ്രസക്തിയില്ല. വീണ്ടും നമ്മൾ 12, 13 വചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൽകീർത്തി അതാണ് നിലനിൽക്കുന്നത്. നല്ലവരായി ജീവിക്കുന്നവരുടെ ആയുസ് ചിലപ്പോൾ പരിമിതമായിരിക്കാം, പക്ഷെ അവരുടെ സൽകീർത്തി എന്നേക്കും നിലനിൽക്കും. അവസാനമായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. മരണം കാത്തിരുന്ന ചില വ്യക്തികൾ, മരണഭയമുള്ളവരോ മരണം അരോചകമായിട്ട് തോന്നിയവരോ അങ്ങനെ ചെയ്യത്തില്ല. 2 കൊരിന്ത്യർ 5 അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, എത്രയും വേഗം എൻ്റെ സ്വർഗീയ ഭവനത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഇവിടെ ഈ വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മരണത്തെക്കുറിച്ച് നല്ല ഒരു ദർശനമുണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. സഭയുടെ നവീകരണം, സഭാമക്കളുടെ ഐക്യം ഒരു കോമൺ നിയോഗമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. സർവ്വനന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.